നല്ല മനുഷ്യനെന്ന് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശവാക്യം 22-ാം അധ്യായമാണല്ലോ. സദൃശവാക്യങ്ങൾ എന്തിനെല്ലാം ഉപകരിക്കുന്നുവെന്ന് 1-ാം അധ്യായം 2 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഒതുങ്ങുന്നു. ഇവിടെ 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അനവധി സമ്പത്തിയിലും സത്കീർത്തിയിലും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ധാരാളം പണമുണ്ടെങ്കിലും ഒരു നല്ല മനുഷ്യൻ എന്ന് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലൂക്കോസ് 18-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു ഉപമയുണ്ട്, അനീതിയുള്ള ന്യായാധിപൻ. നമ്മൾ എന്തിനാണ് ഒരു കോടതിയിൽ പോകുന്നത്? നമുക്ക് പോകാൻ വ്യവസ്ഥയില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എങ്കിലും പറയുന്നു, പോകുന്നത് ഒന്നെങ്കിൽ ന്യായം അല്ലെങ്കിൽ നീതി ലഭിക്കും എന്ന് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇവിടെ പറയുന്നു അനീതിയുള്ള ന്യായാധിപൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഓരോ ശ്രുതികളാണ്. ഇവിടെ സദൃശവാക്യത്തിൽ പറയുന്നു, ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് എന്ന്. വെള്ളിയിലും പൊന്നിലും ധാരാളം ഉണ്ടാക്കുന്നതിനേക്കാൾ കൃപ നല്ലത്. കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അർഹിക്കാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനം. അതാണ് ക്രിസ്തു. ഈ നരകത്തിന് വിറക് കൊള്ളികളായി തീരാതെ നമ്മളെ വീണ്ടെടുക്കാൻ ഈ താണ ഭൂമിയിൽ ഇറങ്ങി വന്ന്, അതുകൂടാതെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ക്രിസ്തുവിന്റെ സ്നേഹം, ആ സ്നേഹമാണ്, ആ കൃപ പ്രാപിക്കുന്നതാണ് വെള്ളിയിലും പൊന്നിലും നല്ലത് എന്ന് ഈ സദൃശവാക്യക്കാരൻ നമ്മളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് പറയുന്നു, ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വില. അപ്പോൾ നമ്മൾ ഭാഗ്യമേറിയവരാണ്. അതിനുപരി അനേക ആത്മാക്കളെ നേടുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് പൊന്നും സമ്പത്തും ഒക്കെ നേടുന്നതിനേക്കാൾ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. അത് പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.